ശബരിമല പ്രശ്നത്തിൽ സഭയിൽ നാടകീയ രംഗങ്ങൾ. ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ നടുത്തളത്തിൽ പ്ലക്കാർഡുമായി പ്രതിപക്ഷം ബഹളം വെച്ചു. സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനുള്ള 2 കോൺഗ്രസ് എംഎൽഎമാരുടെ ശ്രമം പ്രതിപക്ഷ എംഎൽഎമാർ തന്നെ തടഞ്ഞു. ചോദ്യോത്തരവേളയ്ക്ക് ശേഷവും ബഹളം തുറന്നതോടെ സ്പീക്കർ സഭാ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. പ്ലക്കാർഡുകളും ബാനറുകളുമായി കരുതിക്കൂട്ടി പ്രതിപക്ഷം. കറുപ്പണിഞ്ഞുവന്ന PC ജോർജും O രാജഗോപാലും പ്രതിഷേധിക്കും മുമ്പ് തന്നെ ശബരിമല പ്രശ്നം ഏറ്റെടുത്ത് UDF നടുത്തളത്തിലേക്ക്. ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി മറുപടിക്ക് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ദുരന്തത്തിൽ തകർന്ന വീടുകൾക്ക് ഉണ്ടായിട്ടുള്ള നാശനഷ്ടത്തിന്റെ തോത് കുറഞ്ഞത് 15%. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ ചോദ്യവും ഉത്തരവും വായിച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ചോദ്യങ്ങളിലേറെയും പ്രതിപക്ഷം എഴുതിക്കൊടുത്തത് എല്ലാം പ്രളയാനന്തര നടപടികളെക്കുറിച്ചുള്ളത്. സ്പീക്കറുടെ ചുറ്റും മുദ്രാവാക്യം കൊണ്ട് കോട്ട കെട്ടി പ്രതിപക്ഷം നിൽക്കുമ്പോൾ 3/4 മണിക്കൂറോളം മുഖ്യമന്ത്രിയുടെ ഉത്തരങ്ങൾ. പൊടുന്നനെ ഭരണപക്ഷ MLAയ്ക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം. പ്രതിഷേധിക്കാത്ത സജി ചെറിയാൻ MLAയുടെ ചോദ്യവും മുഖ്യമന്ത്രി തന്നെ വായിക്കുന്നത് എന്തുകൊണ്ട്? അംഗങ്ങളുടെ അവകാശത്തെ കവർന്നെടുത്തു. 45 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിച്ചു. ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ല. പ്രതിപക്ഷ നേതാവിന് എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഒന്ന് പറയാമായിരുന്നില്ലേ എന്ന് മുഖ്യമന്ത്രി. കൂടെ സ്പീക്കർക്കും ഒരു തള്ള്. പ്രതിപക്ഷ നേതാവിന് കൈയയച്ച് സമയം കൊടുക്കുന്നയാളാണല്ലോ ചെയറിൽ. അതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ദേശമെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആ ഘട്ടത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അത് പറയുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് പറയുന്നതിന് ആരും സാധാരണ വിലക്ക് ഏർപ്പെടുത്താറില്ല. അങ്ങാണെങ്കിൽ കൂടുതൽ സൗമനസ്യമായി അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാറുമുണ്ട്. ചോദ്യോത്തരവേളയുടെ അവസാനമായപ്പോഴേക്കും സഭയിൽ ബഹളവും കലാശം കൊട്ടി. സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചുകയറാൻ അൻവർ സാദത്തിന്റെയും IC ബാലകൃഷ്ണന്റെയും കുതിപ്പ്. വാച്ചാൻ വാർഡ് പോലും അമ്പരന്നു പോകുന്ന മെയ്വഴക്കത്തോടെ തടുത്തിട്ട് ഹൈബി ഈഡനും KM ഷാജിയും. ഈ നിലയിൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഭരണപക്ഷക്കാർ ആക്രമിച്ചും തടുത്തു നിൽക്കുമ്പോൾ സഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് സ്പീക്കറുടെ മടക്കം. ഇടവേളയിൽ പ്രതിപക്ഷ നേതാവുമായും ഭരണകക്ഷി നേതാക്കളുമായും സ്പീക്കർ ചർച്ച നടത്തി. ഒടുവിൽ ശബരിമല പ്രശ്നത്തിലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസുമായി വീണ്ടും സഭയുടെ തുടക്കം. 1 മാസത്തിലേറെയായി സംസ്ഥാനത്തെ സ്തംഭിപ്പിച്ച ശബരിമല പ്രതിഷേധം സഭയെയും സ്തംഭിപ്പിക്കുകയായിരുന്നു ഇന്ന്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമലയിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കില്ല എന്ന സർക്കാർ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അക്രമികൾ നാമം ജപിച്ചതുകൊണ്ട് അവർ അക്രമികളല്ലാതാവുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിരൺ ബാബു ചേരുന്നു. കിരൺ, സഭയിൽ അടിയന്തര പ്രമേയവുമായനുബന്ധിച്ച് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെ? ഗോപി, അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകി. ഇതിനെ തുടർന്ന് സ്പീക്കർ പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചു. തുടർന്ന് ഇപ്പോൾ വാക്കൌട്ട് പ്രസംഗം നടത്തുകയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൌട്ട് പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് നിരോധനാജ്ഞ പിൻവലിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു. ഭക്തരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് നിരോധനാജ്ഞ ഉള്ളത്. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ നിരോധനാജ്ഞ ആവശ്യമാണ്. അക്രമികളെ തടയുകയാണെന്നുള്ള സർക്കാർ ലക്ഷ്യം. നാമജപം നടത്തുന്ന അക്രമികളല്ലാതാവുന്നില്ല. അക്രമികൾ നാമജപം നടത്തുക ഏതെങ്കിലും തരത്തിൽ അക്രമികളെ പ്രോത്സാഹിപ്പിക്കാം ആരെങ്കിലും കരുതിയാൽ അത് സർക്കാർ അംഗീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിന് മറുപടിയാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പ്രധാനമായി ഉന്നയിച്ച പ്രതിപക്ഷം നൽകിയ പ്രധാനപ്പെട്ട ഒരു മറുപടി, പ്രതിപക്ഷം പലപ്പോഴും BJPയുടെ സ്വരം ഏറ്റെടുക്കുകയാണ്. സംഘപരിവാറിന്റെ നുണപ്രചരണത്തിന്റെ പ്രചാരകരായി പ്രതിപക്ഷം മാറുകയാണ്. കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട്. നവോത്ഥാന ഘട്ടം മുതൽ കോൺഗ്രസിന്റെ നിലപാടുകൾ ശക്തമായിരുന്നു. ആ നിലപാടുകൾ പിന്തുടരുകയാണ് കോൺഗ്രസുകാർ വേണ്ടത്. അതിനു പകരമായി ഇപ്പോൾ സംഘപരിവാറിന്റെ നിലപാടുകൾക്ക് പിന്നെ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയെ തകർക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJPയും CPIയും ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ബാബറി മസ്ജിദ് തകർക്കുന്ന കാലത്ത് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രി ബാബറി മസ്ജിദ് തകർത്തതിനായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള മറുപടിയാണ് നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ഉന്നയിക്കുന്ന മറുപടി, ശബരിമലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം സർക്കാരാണ്. സർക്കാർ സമയത്തോടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചില്ല.
കോടതി ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ധൃതിപ്പെട്ട് ഇത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇതാണ് സമയത്തോടുകൂടി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സർക്കാരിൻ്റെ വീഴ്ചയാണ് ശബരിമല ഇല്ലാതാവാൻ കാരണം. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി നേരത്തെ VS ശിവകുമാർ ഉന്നയിച്ചിരുന്നു. ശബരിമലയിലെ തീർത്ഥാടനത്തെ തകർക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുള്ളൂ എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ഇതേ ആരോപണത്തിന് സമാനമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും സഭയിൽ പ്രസംഗത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സന്നിധാനത്ത് RSS നേതാവ് വത്സൻ തില്ലങ്കേരിക്ക് മൈക്ക് നൽകിയ പോലീസ് നടപടിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മൈക്ക് നൽകിയത് പ്രതിഷേധക്കാരെ ശാന്തരാക്കാനായിരുന്നു. 52 വയസ്സുള്ള സ്ത്രീ വന്നപ്പോൾ പ്രതിഷേധം അക്രമാസക്തമായി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് അവരിലൊരാൾക്ക് മൈക്ക് നൽകിയെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. അതേസമയം KT ജലീലിന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സർക്കാർ ഇന്ന് നിയമസഭയിൽ മറുപടി നൽകിയില്ല. കറുപ്പ് ഷർട്ടിട്ട PC ജോർജിന് കറുത്ത ജുബ്ബയിട്ട് രാജഗോപാലിന്റെ ഐക്യദാർഢ്യം. കറുത്ത ഷർട്ടിട്ട് വന്ന റോഷി അഗസ്റ്റിനും കറുപ്പിൽ വെളുത്ത വരകളുള്ള ഷർട്ടുമായി വന്ന N ജയരാജും കേരള കോൺഗ്രസിന്റെ പ്രതിഷേധം അറിയിച്ച് നടുത്തളത്തിലിറങ്ങി. സഭയിൽ അംഗങ്ങൾ ഇട്ട വേഷമായിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം. മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളെ തകർക്കാൻ ആരറിയാലും അതിനെതിരെ ശക്തമായി പോരാടും. ആരൊക്കെ സഹകരിക്കും അവരൊക്കെ സഹകരിപ്പിച്ച് പോരാട്ടം. PC ജോർജ് മുൻകൂട്ടി പറഞ്ഞു തന്നെയാണ് കറുപ്പിട്ട് കടന്നുവന്നത്. പുതിയ സുഹൃത്തുമായി പറഞ്ഞുറപ്പിച്ചതുപോലെ കറുത്ത ജുബയിൽ രാജഗോപാൽ. ശബരിമല സംരക്ഷിക്കുക എന്ന പോസ്റ്റർ രാജഗോപാലിൽ നിന്നും ഏറ്റുവാങ്ങി PC ജോർജ് തിരിഞ്ഞപ്പോൾ മുന്നിൽ കറുത്ത ഷർട്ടിട്ട റോഷി അഗസ്റ്റിൻ. പാർട്ടിയിലെ പഴയ ആശാനും ശിഷ്യനും കൈകൊടുത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ പിന്നിൽ മറ്റൊരാൾ. N ജയരാജ് MLAയുടെ കറുത്ത ഷർട്ടിൽ വെള്ളവര കൂടി ഉണ്ടായിരുന്നു. ഇവരൊക്കെ PC ജോർജ് പ്രഖ്യാപിച്ച പുതിയ ബ്ലോക്കിന്റെ ഭാഗമാണോ എന്ന് പലരും തമാശ പൊട്ടിക്കുന്നതിന് ഇടെ KM ഷാജിയുടെ വരവ്. പതിവില്ലാത്ത വിധം ജീൻസും നീല ഷർട്ടും. സുപ്രീം കോടതിയിൽ നിന്ന് സഭയിൽ കയറാനുള്ള അനുമതിയുമായി വിമാനമിറങ്ങി നേരെയുള്ള വരവാണ്. പിന്നെ ഷാജിയും റോഷിയും ജയരാജും ഹൈബിയും അൻവർ സാദത്തുമെല്ലാം ഒറ്റ മുന്നണിയിലായി നേരെ നടുത്തളത്തിലേക്ക്. PC ജോർജും രാജഗോപാലും കറുപ്പിട്ട് കസേരകളിലിരുന്നപ്പോൾ കണ്ടിരുന്നു ചിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ന്യൂസ് 18 തിരുവനന്തപുരം. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും കൂടുതൽ പേർ NDAയുമായി സഹകരിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. PC ജോർജ് ഇതിന്റെ തുടക്കം മാത്രമാണെന്നും ശ്രീധരൻപിള്ള ന്യൂസ് 18നോട് പറഞ്ഞു. PC ജോർജിനെ സ്വാഗതം ചെയ്യുന്നതായി BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും വ്യക്തമാക്കി. നിയമസഭയിൽ BJPയുമായി സഹകരിക്കുമെന്ന് PC ജോർജ് അറിയിച്ചതിന് പിന്നാലെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ചർച്ചകൾ നടക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത്. അസംബ്ലിയിൽ ഒന്നിച്ചിരിക്കാൻ, ഒന്നിച്ച് ശബരിമല പോലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. അത് കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അക്കാര്യങ്ങൾ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട്. PC ജോർജ് തുടക്കം മാത്രമാണെന്നും ശ്രീധരൻപിള്ള. ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ആളുകളെ NDAയുമായി സഹകരിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന സൂചനയും അദ്ദേഹം നൽകി. PC ജോർജിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല, ക്രിസ്ത്യൻ സമൂഹവുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധത്തിലേക്ക് പോകാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം അടുത്ത ആഴ്ചയോട് ഉരുത്തിരിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് PC ജോർജ് സഹകരിക്കാൻ തീരുമാനിച്ചതെന്ന് BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. CPMനെയും BJPയെയും നേരിടാൻ കോൺഗ്രസിന്റെ മന്ദീഭാവം മാറണമെന്ന് KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അച്ചടക്കമില്ലാത്ത ആൾക്കൂട്ടമായി കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല. കേരളത്തിലെ INTUC LDF സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നും ഒളിച്ചുകളി വേണ്ട എന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് ഒരു റിവൈവൽ അതിന്റെ പാതയിലാണ്. കേരളത്തിലെ കോൺഗ്രസിനെ റിജുവിനേറ്റ് ചെയ്യാനുള്ള ശ്രമം അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. കോൺഗ്രസിന് പകരമായിട്ട് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലില്ല എന്ന് അവരൊക്കെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഒരു മന്ദീഭാവം നമ്മുടെ പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. പലരും നമ്മുടെ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥാവിശേഷവും എനിക്ക് ദർശിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസും ചെയ്യാൻ സാധ്യമല്ല. അച്ചടക്കമില്ലാത്ത ഒരാൾക്കൂട്ടമായിട്ട് ഈ പാർട്ടിക്ക് പോകാൻ സാധിക്കുമോ? പോകാൻ സാധിക്കില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കുന്നതിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിച്ച് ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട എന്ന സംസ്ഥാന സർക്കാർ. ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവ് പരിശോധിച്ച ശേഷമേ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഇന്ന് സുപ്രീം കോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്യും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്.
ഹൈക്കോടതി ഉത്തരവ് വലിയ തിരിച്ചടിയല്ലെന്ന പ്രാഥമിക വിലയിരുത്തലിനെ തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തെപ്പറ്റി സർക്കാർ പുനരാലോചിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് 3-അംഗ സമിതിയെ നിയമിച്ച ഹൈക്കോടതി നടപടിയെ സംസ്ഥാന സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ എതിർക്കുന്നില്ല. യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കോടതിയെ അറിയിക്കാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. വലത് സംഘടനകൾ വിധി നടപ്പാക്കുന്നത് തടയാൻ നടത്തുന്ന പ്രതിഷേധങ്ങളും സുപ്രീം കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയ ശേഷം സംസ്ഥാന സർക്കാരിനു വേണ്ടി ചീഫ് സെക്രട്ടറി ഫയൽ ചെയ്യുന്ന അപേക്ഷയുടെ കരട് തയ്യാറാക്കി. ദേവസ്വം ബെഞ്ചിന്റെ ആവർത്തിച്ചുള്ള വിമർശനം, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വ്യക്തിപരമായ ആക്രമണം എന്നിവയും ചൂണ്ടിക്കാട്ടിയായിരുന്നു അപേക്ഷ. ഇന്ന് അപേക്ഷ ഫയൽ ചെയ്യാനായിരുന്നു ശ്രമമെങ്കിലും തൽക്കാലത്തേക്ക് നീക്കം ഉപേക്ഷിക്കാൻ ഇന്നലെ രാത്രിയാണ് തീരുമാനമായത്. വിധിയുടെ പൂർണ്ണരൂപം ലഭിച്ച് നിയമോപദേശം തേടിയ ശേഷം മാത്രമേ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കൂ. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ശബരിമല തീർത്ഥാടകരുടെ എണ്ണം വീണ്ടും കുറയുന്നു. 12 വിളക്ക് ദിവസമായി ഇന്ന് 21,000 പേർ മാത്രമാണ് സന്നിധാനത്തെത്തിയത്. മണ്ഡലകാലം തുടങ്ങി ആദ്യ ആഴ്ച ദിവസവും ശരാശരി 30,000 പേർ മാത്രമാണ് എത്തിയിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച 1,00,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയതിന്റെ ആശ്വാസത്തിലായിരുന്നു ദേവസ്വം ബോർഡ്. ഈ തിരക്ക് തുടർന്നും ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ വിശേഷ ദിവസങ്ങളിൽ ഒന്നായ 12 വിളക്കിനും നടപ്പന്തൽ ഒഴിഞ്ഞുകിടന്നു. പ്രതിഷേധങ്ങളെയും നിയന്ത്രണങ്ങളെയും കുറിച്ചുള്ള വാർത്തകളാണ് പിന്തിരിപ്പിക്കുന്നതെന്ന് തീർത്ഥാടകർ. Not many devotees have come this time purely because of the agitation that is happening. People are kind of scared. Some people are okay with it, some people are not okay with it. തിരക്ക് കുറയുന്നത് ശബരിമലയെ മോശമായി ബാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. Earlier we used to think how will we get darshan? So much crowd was there, but now you can go easily. You cannot get that vibe in the body that you have to go to Sabarimala right now. It's little bit less now. ദർശനത്തിനെത്തുന്ന മലയാളി തീർത്ഥാടകരുടെ എണ്ണത്തിലാണ് വലിയ കുറവ്. അപ്പം അരവണ വിൽപ്പനയും കുറഞ്ഞു. നെയ്യഭിഷേകത്തിനും ഇപ്പോൾ വലിയ തിരക്കില്ല. തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടാവുന്ന കുറവ് മറ്റേതൊരു തീർത്ഥാടന കേന്ദ്രത്തെയും പോലെ ശബരിമലയെ സംബന്ധിച്ചും ഒട്ടും ആശാസ്യകരമല്ല. നിയന്ത്രണങ്ങൾ ഭക്തരെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ലെന്ന് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ദേവസ്വം ബോർഡിന് മുന്നിൽ ഇനിയുള്ള പോംവഴി. പമ്പയിൽ നിന്ന് ക്യാമറാമാൻ ഷിജോ എം ജെയിൻസിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. നാമജപ പ്രതിഷേധത്തിനിടെ കുട്ടികൾക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായി എന്ന പരാതി അന്വേഷിക്കുന്നതിനായി ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സന്നിധാനത്തെത്തി. കമ്മീഷൻ അംഗം RG ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് ശബരിമലയിലെത്തിയത്. രാവിലെ പമ്പയിലെത്തിയ കമ്മീഷൻ അംഗങ്ങൾ ഇരുമുടിക്കെട്ടുമായാണ് മല കയറിയത്. It's ordered by our Honorable Minister WCD Maneka Gandhi Madam under the direction of our Honorable Chairman to find out the fault related to the children. That complaints we received so far from the Commission, National Commission for Protection of Child Rights. ചിത്തിരാട്ട വിശേഷ സമയത്ത് ചോറൂണിനെത്തിയ 52-കാരിയെ തടഞ്ഞ കേസിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് പത്തനംതിട്ട കോടതി മാറ്റിവെച്ചു. കേസിലെ മറ്റു പ്രതികളോടൊപ്പം ചേർന്ന് സുരേന്ദ്രൻ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് പോലീസ് വാദിച്ചു. ഇതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തൃപ്തി ദേശായിയെ തടഞ്ഞതിന് സുരേന്ദ്രന്റെ പേരിൽ കേസെടുത്തു. നെടുമ്പാശ്ശേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിനിടെ റിട്ടേണിംഗ് ഓഫീസറെ തടഞ്ഞ കേസിൽ K. സുരേന്ദ്രന് ഇന്ന് ജാമ്യം ലഭിച്ചു. ശരണവഴി. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ ലേക്ക് റോൾ കാർ ഷാംപൂ. കളർ മങ്ങാതെ വാഹനങ്ങൾ വൃത്തിയാക്കുവാൻ ലേക്ക് റോൾ കാർ ഷാംപൂ. വാഹനങ്ങൾ എന്നും പുതിയതുപോലെ. കോ പവർഡ് ബൈ ഡ്യൂക്ക് പെയിന്റ്സ്. ചുവരിലും മനസ്സിലും മായാതെ നിൽക്കും ഡ്യൂക്ക് പെയിന്റ്സ്. ആഹാ. ശബരിമല ഇലവുങ്കലിൽ ആന ഇറങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. അർദ്ധരാത്രിയാണ് ആന ഇറങ്ങിയത്. പോലീസുകാർ ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. പടക്കം പൊട്ടിച്ചാണ് പോലീസുകാർ ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചത്. മധ്യപ്രദേശ്, മിസോറാം നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗാണ് ഇരു സംസ്ഥാനങ്ങളിലും. ഉച്ചവരെ മധ്യപ്രദേശിൽ 21%, മിസോറാമിൽ 27% പോളിംഗ് രേഖപ്പെടുത്തി. 230 നിയമസഭാ സീറ്റുകളുള്ള മധ്യപ്രദേശിൽ രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു. നക്സൽ ഭീഷണിയുള്ള റാഞ്ചി, പരസ്വത, ബെയ്ഹാർ മണ്ഡലങ്ങളിൽ 7 മണിക്ക് പോളിംഗ് തുടങ്ങി. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, PCC അധ്യക്ഷൻ കമൽനാഥ്, ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. 65,000 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്.
2899 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. 1,80,000 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കനത്ത കാവലിലാണ് വോട്ടെടുപ്പ്. മിസോറാമിലെ 40 സീറ്റുകളിലും ജനവിധി തുടരുകയാണ്. 1164 പോളിംഗ് ബൂത്തുകളിൽ രാവിലെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചു. മുഖ്യമന്ത്രി ലാൽതൻ ഹവ്ല, മുൻ മുഖ്യമന്ത്രി സൊറന്തങ്ക ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സരരംഗത്തുണ്ട്. വൈകിട്ട് 4 മണി വരെയാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റിൽ വോട്ടർമാരുടെ മികച്ച പ്രതികരണമാണ് ദൃശ്യമാകുന്നത്. പാർലമെന്റിലേക്കുള്ള വഴി ആർക്ക് അനുകൂലമാകുമെന്ന സൂചനയും ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകും. KP അഭിലാഷ്, ന്യൂസ് 18. വധശിക്ഷ നിയമപരമെന്ന് സുപ്രീംകോടതി. 3-അംഗ ബെഞ്ചിലെ 2 ജഡ്ജിമാർ വധശിക്ഷയുടെ നിയമസാധുത ശരിവെച്ചപ്പോൾ വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആവശ്യപ്പെട്ടു. പൊതുവികാരത്തിനനുസരിച്ച് വധശിക്ഷ വിധിക്കാൻ കോടതികൾക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നതിനാൽ ശിക്ഷാരീതി മാറ്റണമെന്നും ന്യൂനപക്ഷ വിധിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. വധശിക്ഷ നിയമപുസ്തകത്തിൽ നിന്ന് എടുത്തുമാറ്റണമെന്ന ചർച്ചകൾക്കിടെയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി. 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി ചന്നുലാൽ വർമ്മ നൽകിയ അപ്പീലിലാണ് കോടതി വിധി. തെളിവുകളില്ലാത്തതിനാൽ ഇയാളുടെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചെങ്കിലും വധശിക്ഷയുടെ നിയമസാധുത ഭൂരിപക്ഷ വിധിയിലൂടെ കോടതി ശരിവയ്ക്കുകയായിരുന്നു. 1980-ലെ ബച്ചൻ സിംഗ്, മച്ചി സിംഗ് കേസുകളിലെ സുപ്രീംകോടതി വിധി നിലനിൽക്കുന്നതിനാൽ വധശിക്ഷയുടെ ശരിതെറ്റുകൾ പരിശോധിക്കേണ്ടതേയില്ലെന്ന് 3-അംഗ ബെഞ്ചിൽ അംഗങ്ങളായ ജസ്റ്റിസുമാരായ ദീപക് ഗുപ്തയും ഹേമന്ത് ഗുപ്തയും വ്യക്തമാക്കി. എന്നാൽ ഇതിനോട് വിയോജിച്ചുകൊണ്ടാണ് വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അഭിപ്രായപ്പെട്ടത്. സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വധശിക്ഷയിലൂടെ കഴിഞ്ഞിട്ടില്ലെന്ന് നിയമ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. വിചാരണകൾ പൊതുവികാരങ്ങളാൽ സ്വാധീനിക്കപ്പെടാറുണ്ട്. പൊതുവികാരം ചൂണ്ടിക്കാട്ടി വധശിക്ഷ വിധിക്കാൻ അന്വേഷണ ഏജൻസികൾ കോടതികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താറുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കൊടുവള്ളി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൊഫേപോസ്റ്റെ ഒഴിവാക്കാൻ UDF നേതാവ് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം. യൂത്ത് ലീഗ് നേതാവ് നജീബ് കാന്തപുരത്തിന് $2 കോടി രൂപ നൽകിയതായി മുഖ്യപ്രതി അബുലൈസിന്റെ പിതാവ് MPC നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും നജീബ് കാന്തപുരം പ്രതികരിച്ചു. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൊഫേപോസെ ചുമത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ യൂത്ത് ലീഗ് നേതാവിന് 50 ലക്ഷം രൂപ നൽകിയെന്നാണ് കേസിലെ 2ാം പ്രതി അബുല്ലൈസിന്റെ പിതാവ് MPC നാസറിന്റെ വെളിപ്പെടുത്തൽ. തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്ക് അപേക്ഷ നൽകി. പക്ഷേ അബുല്ലൈസിന് കൊഫേപോസെ ഒഴിവാക്കിയില്ല. പണം ഇപ്പോഴും തിരിച്ചു നൽകിയിട്ടില്ലെന്നും MPC നാസർ പറഞ്ഞു. കാശ് 50 ലക്ഷം വേണമെന്ന് പറഞ്ഞു. കാശ് ഞാൻ നേരിട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്തൊരു ഏജന്റാണ് വന്നത്. ആ ഏജന്റ് മുഖാന്തരം കൊടുത്ത് അത് തിരിച്ചു കിട്ടിയിട്ടുമില്ല. തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നജീബ് കാന്തപുരം മുഖാന്തരമാണ് കൊടുത്തുവെന്നും അത് ചന്ദ്രക ഓഫീസിലാണ് കൊണ്ട് കൊടുത്തുവെന്നും ഒക്കെ പറയുന്നത്. കേസിലെ പ്രതികളായ കാരാട്ട് ഫൈസലും അഷറഫും കൊഫേപോസയിൽ നിന്ന് ഒഴിവായത് അന്നത്തെ UDF സർക്കാരിനെ സ്വാധീനിച്ചാണെന്നും നാസർ ആരോപിക്കുന്നു. അപ്പോൾ 2 പേർക്ക് എന്തുകൊണ്ട് കൊഫേപോസ വന്നില്ല എന്നുള്ള എൻ്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് UDF ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തി വാങ്ങിത്തന്നാണെന്ന് ഫൈസൽ കാരാട്ടിനോട് പറയുകയും അതങ്ങനെ വേണമെങ്കിൽ ലൈസൻസും ഞാൻ ഒഴിവാക്കി തരാം എന്ന് പറയും. കുറച്ച് സാമ്പത്തിക ചെലവുകളുണ്ട്, അത് വഹിക്കണമെന്ന് പറയുകയും ചെയ്തു. അതേസമയം പണം വാങ്ങിയതായി തെളിയിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ആരോപണത്തെ നിയമപരമായി നേരിടുമെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. 50 രൂപയുടെ അഴിമതി, 50 രൂപയുടെ കൈക്കൂലി എന്റെ ജീവിതത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈപ്പറ്റിയതായി തെളിയിച്ചാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്ഥാനവും ഞാനിപ്പോൾ വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥാനവും രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിച്ച് വീട്ടിലിരിക്കും. ഇത് പൊതുജനങ്ങൾക്ക് മുമ്പാകെയാണ് ഞാൻ പറയുന്നത്. അബുലൈസിന് കൊഫേപോസെ ഒഴിവാക്കി നൽകാൻ ഇടത് MLA-മാരായ PT റഹീമും കാരാട്ട് റസാഖും ശുപാർശക്കത്ത് നൽകിയത് നേരത്തെ പുറത്തുവന്നിരുന്നു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കേരള തീരത്തെ വിറപ്പിച്ച ഓഖി ദുരന്തത്തിന് 1 വയസ്സ്. കഴിഞ്ഞ നവംബർ 29-നാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. ആ ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മോചിതരാകാത്ത നിരവധി പേരാണ് കടലിൽ പോലും പോവാതെ ഇപ്പോഴും പൂന്തുറ തീരത്ത് കഴിയുന്നത്. ഇത് പൂന്തുറ സ്വദേശി ആൽബർട്ട്. ഓഖി ദുരന്തത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. 2 ദിവസം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കടലിൽ മരണം മുന്നിൽ കണ്ടു കഴിഞ്ഞു. 3-ാം ദിവസം രക്ഷപ്പെട്ട് കരയിലെത്തി. പക്ഷെ പിന്നീട് ഇതുവരെ കടലിൽ പോയിട്ടില്ല. 2-3 മാസം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. വീട്ടിൽ കിടന്നപ്പോൾ ഞാൻ ചാടി തിറച്ചിറച്ച് ഇളവ് അയ്യോ എന്ന് വിളിച്ചു. എന്നാൽ നമ്മളെപ്പോലും ജീവൻ തന്നെ അവർ വിളിച്ച് ഞങ്ങൾ പോയില്ല. പക്ഷെ ഞങ്ങൾ പോയാൽ ഞങ്ങൾ മരിക്കും.
അങ്ങനെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ വന്നൊരു 4-5 മാസം വരെ പോയില്ല. ഞാൻ ഇന്നുവരെ ഞാൻ പണിക്ക് പോകണില്ല. ആൽബർട്ടിനെ പോലെ ഓക്കിയുടെ രാക്ഷസ തിരകളുണ്ടാക്കിയ ഭീതിയിൽ നിന്നും ഇനിയും മോചിതരാകാത്ത നിരവധി പേരുണ്ട് തീരത്ത്. ചിലർ കടൽ പേടി കാരണം മറ്റു ജോലികൾക്ക് പോയി തുടങ്ങി. ജീവിതം വഴിമുട്ടിയവരുമുണ്ട്. ഇപ്പം പോയാൽ നമ്മൾ എപ്പോഴാണ് പോകണമെന്നല്ല പ്രശ്നം. നമുക്ക് കടൽ കാണുന്ന സമയം നമുക്കൊരു തോന്നലുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അന്ന് വന്ന വാഗി ഇന്ന് വരാതിരുന്ന കുളം. ഇപ്പോഴേ തമിഴ്നാട് ഇപ്പം കാറ്റുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് പോയെങ്കിലും ഉള്ളിൽ പോകാനോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ചിന്തന ഉണ്ടാകും. പരിക്കേറ്റവർക്ക് സർക്കാർ ധനസഹായം നൽകിയെങ്കിലും ദുരന്തത്തിന്റെ ആഘാതത്തിൽ തൊഴിലുപേക്ഷിക്കേണ്ടി വന്നവരെ പുനരധിവസിപ്പിക്കാൻ പദ്ധതികളൊന്നും നടപ്പായിട്ടില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്നലെ അന്തരിച്ച CNN ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ ആർ രാധാകൃഷ്ണൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മൃതദേഹം ഇപ്പോൾ പട്ടത്തുള്ള അവസ്ഥയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 2:30 ശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെ തൈക്കാട് ശാന്തികവാടത്തിലാണ് സംസ്കാരം. ഡൽഹി അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്.